നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ആസ്ട്രോ മീഡിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് ചൊവ്വാദോഷത്തെക്കുറിച്ചാണ്. ചൊവ്വാദോഷത്തിൻ്റെ ചെറിയൊരു അറിവ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. ഇപ്പോൾ ഈ ഒരു ഗ്രഹനിലയിൽ ചൊവ്വ മേടം രാശിയിലായിട്ട് നിൽക്കുന്നു. തുലാം രാശി ലഗ്നം. ഈ തുലാം രാശിയിൽ ശുക്രനും ചന്ദ്രനും കൂടി നിൽക്കുന്നു. അപ്പോൾ ലഗ്നാധിപനും ശുക്രനും ചന്ദ്രനും 7ലേക്ക് ദൃഷ്ടി ചെയ്യുന്നു, മേടം രാശിയിലേക്ക്. അപ്പോൾ ഇത് ഒറ്റയടിക്ക് ചൊവ്വാദോഷം എന്ന് പറയും. പക്ഷേ ഈ ഗ്രഹനില ചൊവ്വാദോഷമുള്ള ഒരു ഗ്രഹനിലയല്ല. കാരണം എന്തെന്ന് വെച്ചാൽ, മേടം രാശി ചൊവ്വയുടെ സ്വക്ഷേത്രമാണ്. മേടൻ രാശിയിൽ ചൊവ്വ നിന്നാൽ ചൊവ്വാദോഷമില്ല. അപ്പോൾ ഈ ഗ്രഹനിലയിൽ ചൊവ്വാദോഷമില്ല. ഇനി ഇടവലഗ്നം, വൃശ്ചികൻ രാശിയിൽ ചൊവ്വ നിൽക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ഇടവലഗ്നത്തിൽ ശുക്രനും ചന്ദ്രനും വൃശ്ചികൻ രാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ ഇത് ചൊവ്വാദോഷം ആയിട്ട് തോന്നുമെങ്കിലും ഇത് ചൊവ്വാദോഷമുള്ള ഒരു ഗ്രഹനിലയല്ല. കാരണം വൃശ്ചികൻ രാശി ചൊവ്വയുടെ സ്വക്ഷേത്രമാണ്. അപ്പോൾ ഇത് ചൊവ്വാദോഷമുള്ള ഒരു ഗ്രഹനിലയല്ല. ഇതുപോലെയുള്ള പുതിയ പുതിയ വീഡിയോകളുമായി, പുതിയ അറിവുകളുമായി അടുത്ത വീഡിയോയിലൂടെ കാണാവുന്നതാണ്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും ഉപകാരപ്രദമായ വീഡിയോസുകൾ ഈ ചാനലിലൂടെ ഇടുന്നതായിരിക്കും. അപ്പം എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക.